നമ്മളെ വീടാണ്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മോഹനൻ. വീട്ടിനകത്ത് നമ്മളെ അമ്മയൊക്കെ ഉണ്ട്. ഉണ്ട്. നിങ്ങൾ ഇവിടെ ഈ ചർച്ചിൽ നടത്തുകയും കാട്ടുന്നല്ല ഇവിടെ എന്തെങ്കിലും വെച്ച് പരിപാടി ആക്കിയാലേ ആവുള്ളൂ. അങ്ങനെയല്ല ചെയ്യണ്ടി. അങ്ങനെയല്ല ചെയ്യണ്ടി. മോത്തി, വളരെ സങ്കടകരമാണ്. മോഹനൻ എന്നൊരാളാണ് നമ്മോട് സംസാരിച്ചത്. അവരുടെ അമ്മയും ചേട്ടാ, അമ്മയും അമ്മ ആരാണ് അകത്തുള്ളത്? അമ്മ, ഏട്ടൻ, ഭാര്യ, എല്ലാവരും ഉണ്ട്. മോത്തി, ഏറെ സങ്കടകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. മോഹനൻ എന്ന ആൾ നമ്മോട് സംസാരിച്ചു. ഈ വീട്ടിൽ അദ്ദേഹം ഇപ്പോൾ പെട്ടെന്ന് എവിടുന്നോ എത്തി. ഇപ്പോൾ ആ വീട്, തന്റെ വീട്, മോഹന്റെ അദ്ദേഹത്തിന്റെ വീടാണിത്, ഈ ഷീറ്റിട്ട വീട്. ആ വീട്ടിനകത്ത് അദ്ദേഹത്തിന് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഈ വീട്ടിനകത്ത് അദ്ദേഹം വളരെ ആവലാതിയോടുകൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ആ വീട്ടിനകത്ത്, നേരത്തെ ഞാൻ പറഞ്ഞ കോൺക്രീറ്റ് വീടിനകത്ത് നിന്നും ഇപ്പോൾ ഒരു മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. ആ മൃതദേഹവുമായി രക്ഷാപ്രവർത്തകർ അവിടുന്ന് കൈയോട് കൈമാറി അങ്ങോട്ട് നീങ്ങുകയാണ്. ആ ചെളിയിൽ കൂടി അത് പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ കോൺക്രീറ്റിൽ തകർന്ന ആ വീട്ടിനകത്ത് 2 മൃതദേഹങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിലൊരു മൃതദേഹം അവർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റുന്നത്. മറ്റൊരു മൃതദേഹം ആ വീട്ടിൽ തന്നെ ഉണ്ട്. അവർ കണ്ട മൃതദേഹം ആ വീട്ടിൽ തന്നെ മറ്റൊരു മൃതദേഹം കൂടി കണ്ടിട്ടുണ്ട്. കൂടുതലുണ്ടോ എന്ന് അന്വേഷിക്കണം. അതിനേക്കാൾ ഭീകരമായ ഒരു വിവരമാണ് തൊട്ടടുത്തുള്ള ഈ ഷീറ്റ് മേഞ്ഞ ഈ വീട്ടിനകത്ത് നിന്നും ഈ വീട്ടുടമസ്ഥ മോഹനൻ അപ്പോൾ നമ്മോട് പങ്കുവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഉറ്റവരും ഉടയവരും ഭാര്യയും അമ്മയും മക്കളും ഒക്കെ ഈ വീട്ടിനകത്തുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയാണെങ്കിൽ അത് അതിദാരുണമായ, അതിഭീകരമായ ഒരു വിവരം തന്നെയായിരിക്കും. അദ്ദേഹം എനിക്ക് തോന്നുന്നു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നോ മറ്റോ ഓടി ഇപ്പോൾ ഇന്ന് അതിന് സാധ്യമായ ഒരു സമയത്ത് എത്തിയതാണ്. ആ സമയത്ത് അദ്ദേഹം വെപ്രാളപ്പെട്ട് ആ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തു കൂടി അകത്തേക്ക് കയറാൻ കഴിയുമോ എന്ന് അദ്ദേഹം ശ്രമിച്ചിരുന്നു. പക്ഷേ വീടിന്റെ മുകളിലുള്ള ഷീറ്റിന് താഴെയായിട്ട് ഒരു കോൺക്രീറ്റിന്റെ സ്ലാബ് കിടക്കുന്നുണ്ട്. ആ സ്ലാബ് മറികടന്ന് താഴത്തേക്ക് പോവുക എന്നുള്ളത് പെട്ടെന്ന് സാധ്യമല്ല. അത് പറഞ്ഞതുപോലെ ആ സ്ലാബ് കോൺക്രീറ്റ് കട്ട് ചെയ്യേണ്ടതുണ്ട്. എന്തെങ്കിലും ചെയ്തത് കട്ട് ചെയ്ത് പുറത്തെടുക്കൂ എന്ന് മോഹനൻ ഇവിടുന്ന് തൊട്ട് മുമ്പ് ഇവിടുന്ന് രക്ഷാപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്റെ പ്രിയപ്പെട്ടതിനകത്തുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അവരതിനുള്ള ശ്രമങ്ങളിലാണോ, അതിന്റെ തയ്യാറെടുപ്പിലാണോ? രക്ഷാപ്രവർത്തകർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ കോൺക്രീറ്റ് സ്ലാബുകൾ. രാവിലെ തന്നെ എത്തുന്ന പറഞ്ഞു. ഇതുവരെ സമയമായിട്ട് എത്തിയില്ല. എന്റെ അമ്മയും ഏട്ടന്മാരൊക്കെയാണ് ഇതിൽ നിൽക്കുന്നത്. ഇനിയും 5 ആളുണ്ട് ഇതിനുള്ളിൽ. ഇന്നലെ തന്നെ റിങ് അടിച്ചിട്ടുണ്ടായി. വീട്ടില് അമ്മ ഉണ്ട്, ഏട്ടനുണ്ട്, ഏട്ടന്റെ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. 5 ആളുണ്ട് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇന്നലെ 2:30 വരെ ഫോണിന് നമ്പർ അടിച്ചാണിത്. മന്ത്രിമാരത്തോടത്തൊക്കെ എല്ലായിടത്തും പറഞ്ഞു, രക്ഷാപ്രവർത്തനം പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞതാ. അതിപ്പോ ഈ കണ്ടീഷനിലാണ് സാർ. ഞാൻ ഇന്നലെ മാത്രം ഞാൻ വന്ന് ഇതിന്റെ ഉള്ളിൽ കയറി, അതിന് മുകളിൽ കയറാം. അവിടെ ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ ഇരുന്നിട്ടുള്ളൂ. ഞാൻ ഉള്ളിലുണ്ട്, ആളുണ്ട്. ഇല്ല, ഞാൻ ഇവിടെ അല്ല, ഞാൻ കൽപ്പറ്റ താമസം. ഞാൻ ഒരു കാട് കയറിയിട്ട് ഇങ്ങനെ വന്ന് ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയതാണ്. ഇന്നലെ എന്നെ വിട്ടില്ല. എന്റെ അമ്മ അവിടെ കുടുങ്ങി കിടക്കണമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അതിൽ വന്ന് നോക്കിയിട്ട് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞതല്ല. 12 മണി വരെ പറഞ്ഞതാ. അവരിന്ന് 6 മണിയാകുമ്പോഴേക്കും ഇവിടെ ഇറ്റാച്ചി എത്തുമെന്ന് പറഞ്ഞതാ. ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. കോൺക്രീറ്റ് സൈഡ് പൊളിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യാതെ ഒന്നും കിട്ടില്ല. കാരണം അവിടെ ഇപ്പൊ നമ്മൾ ഇറങ്ങി നോക്കി, അവിടെ കിടന്ന് നോക്കിയിട്ട് മരത്തിന്റെ കഷ്ണങ്ങളും ക്ലേം വന്ന് ടൈറ്റായി കിടക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ് മൊത്തം മാറ്റിട്ട് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം. സ്ലാബ് ഒഴിവാക്കിയാലേ കിട്ടുള്ളൂ.